തിരുവനന്തപുരത്ത് ക്രിക്കറ്റ് കോച്ചിങ്ങിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് വീണ്ടും കഠിന തടവ്. മൂന്നാമത്തെ കേസിൽ പ്രതിയായ വള്ളിക്കടവ് ശ്രീവരാഹം സ്വദേശി മനുവിന് 48 വർഷം കഠിന തടവും 79,000 രൂപ പിഴയും തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി വിധിച്ചു. കേസിൽ പ്രതിയായ മനുവിനെതിരെ രജിസ്റ്റർ ചെയ്ത 4ാമത്തെ കേസിലും ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യ 2 കേസുകളിലെ ശിക്ഷാ കാലാവധി പൂർത്തിയായ ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കൂ എന്ന് വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നു. 2018 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതിജീവിത തിരുവനന്തപുരത്തെ പ്രമുഖ ക്രിക്കറ്റ് കോച്ചിംഗ് സെന്ററിൽ എത്തുന്നത്. തുടർന്ന് പരിശീലനത്തിന്റെ മറവിൽ നെറ്റിലും ജിമ്മിലും ബാത്റൂമുകളിലും കൊണ്ടുപോയി പ്രതി കുട്ടിയെ ക്രൂരമായി ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. കുട്ടിയുടെ നഗ്ന ചിത്രങ്ങളും വീഡിയോകളും പകർത്തിയ പ്രതി വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ ക്രിക്കറ്റ് ഭാവി തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഭയം കാരണം കുട്ടി 2021 മറ്റൊരു കോച്ചിംഗ് സെന്ററിലേക്ക് മാറി. വർഷങ്ങൾക്ക് ശേഷം 2024 മാർച്ച് 28 തിരുവനന്തപുരത്ത് നടന്ന പെൺകുട്ടികളുടെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ പങ്കെടുക്കാനെത്തിയ പെൺകുട്ടി പ്രതിയെ വീണ്ടും കാണാനിടയായി. ഭയവും മാനസികാസ്വസ്ഥതയും കാരണം കുട്ടി ബഹളം വെച്ചതോടുകൂടിയാണ് വർഷങ്ങളായി മൂടിവെക്കപ്പെട്ട ക്രൂരത പുറം ലോകമറിഞ്ഞത്. കുട്ടിയുടെ പരാതിക്ക് പിന്നാലെ മറ്റു കുട്ടികളും പരാതികളുമായി രംഗത്തെത്തുകയായിരുന്നു. പ്രതിക്കെതിരെ ആകെ 6 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലെ 4 കേസുകളുടെ വിചാരണ പൂർത്തിയായി കഴിഞ്ഞു. തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി ജഡ്ജി അഞ്ജു മീര ബിർളയാണ് 3ാമത്തെ കേസിൽ ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 4ാമത്തെ കേസിന്റെ വിധി പ്രസ്താവം തിങ്കളാഴ്ചയുണ്ടാകും. ക്രിമിനൽ നടപടി ചട്ടം സെക്ഷൻ 427 പ്രകാരം പ്രതിയുടെ മുൻ കേസുകളിലെ ശിക്ഷാ കാലാവധി കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുതിയ ശിക്ഷ നടപ്പിലാക്കൂ എന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ 2024 വർഷം ഒരു പിങ്ക് ടൂർണമെന്റ് നടന്നിരുന്നു. ആ പിങ്ക് ടൂർണമെന്റിൽ പങ്കെടുക്കാനായിട്ടാണ് ഈ കുട്ടി വന്നത്. ഈ കുട്ടി വന്നപ്പോഴത്തേക്കാണ് ഈ കുട്ടിയെ 5 കൊല്ലം അവിടെ പഠിച്ചിരുന്നു KCയിൽ. അവിടെ വെച്ച് പീഡനം നടന്നത് സംഭവം ഭയന്ന് KCയിലെ ഇയാളുടെ കോച്ചിങ്ങിൽ നിന്ന് മാറി ഈ കുട്ടി ബാംഗ്ലൂർ കോച്ചിങ്ങിന് പോയതാണ്. അപ്പോൾ അന്നത്തെ ദിവസം ഈ കുട്ടി പ്രതിയെ കണ്ടപ്പോൾ പെട്ടെന്ന് മാനസികാസ്വാസ്ഥ്യം വരികയും ബോധരഹിതയായി വീഴുകയും ചെയ്തു. അപ്പോൾ അവിടെ കൂടെ നിന്ന് എല്ലാവരും ചോദിച്ചതിനെ തുടർന്നാണ് ഈ വലിയ ഒരു പീഡന പരമ്പരയുടെ ആദ്യ കണ്ണിയായി കുട്ടി വെളിപ്പെടുത്തുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ RS വിജയ് മോഹൻ, അഭിഭാഷകരായ സുരഭി B, രവിശങ്കർ തമ്പി എന്നിവർ ഹാജരായി. കന്റോൺമെന്റ് പോലീസ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ S, പ്രജി ശശി, സബ് ഇൻസ്പെക്ടർ വിഷ്ണു സജി എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം പൂർത്തിയാക്കിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.